താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ കാലഗണനാക്രമം ഏത്? ആറ്റിങ്ങൽ കലാപം, മാർത്താണ്ഡവർമ്മയുടെ സ്ഥാനാരോഹണം, കുളച്ചൽ യുദ്ധം, ശ്രീരംഗപട്ടണം ഉടമ്പടി. ഓപ്ഷൻ സി ആണ് ആൻസർ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. ആത്മവിദ്യാസംഘം, വൈകുണ്ഠസ്വാമികൾ, യോഗക്ഷേമ സഭ, അയ്യങ്കാളി. ഓപ്ഷൻ എ ആണ് ആൻസർ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ 1857 കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഒരു ദിവസം നമ്മുടെ വായിൽ അകപ്പെടാൻ പോകുന്ന ഒരു ചെറിയായി അവധ് വിശേഷിക്കപ്പെട്ടു. 1857 മെയ് 10 മീററ്റിലാണ് കലാപം ആരംഭിച്ചത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ബന്ധമില്ലാത്തവ കണ്ടെത്തുക. 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി സിവിൽ നിയമലംഘന പ്രസ്ഥാനം നിർത്തലാക്കി. ഓപ്ഷൻ സി ആണ് ആൻസർ. ചുവടെ തന്നിട്ടുള്ളവയിൽ നിന്ന് ശരിയായ ജോഡി കണ്ടെത്തുക. ലൈഫ് വീക്ക്ലി, സാവോ താവോ ഫെൻ. എനിക്ക് ശേഷം പ്രളയം, ലൂയി 15. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇന്ത്യയുടെ 2025 സ്വാതന്ത്ര്യദിനാഘോഷവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരി. വിശിഷ്ട അതിഥികളായി മറ്റ് രാജ്യത്തലവന്മാർ ഉണ്ടായിരുന്നില്ല. 79ാമത് സ്വാതന്ത്ര്യദിന ആഘോഷമായിരുന്നു. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഗ്രാവിറ്റി അനോമലിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ശിലാവസ്തുക്കളുടെ ഘടനാ വ്യത്യാസം ഗ്രാവിറ്റി അനോമലിക്ക് കാരണമാണ് എന്ന പ്രസ്താവന തെറ്റാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇന്ത്യയുടെ ഉത്തരപർവ്വത മേഖലയിൽ കാണപ്പെടുന്ന ലവണജല തടാകം ഏത്? ഓപ്ഷൻ സി ആണ് ആൻസർ. പാംഗോങ്സോ തടാകം. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന പട്ടണം ഡെറാഡൂൺ. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ വേർതിരിക്കുന്ന കടൽ ചാനൽ. ഓപ്ഷൻ ബി 10° ചാനൽ. ശിലാരൂപീകരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ബലതന്ത്ര കായാന്തീകരണത്തിൽ ശിലകൾ പൊടിഞ്ഞ് പുനഃപരലീകരണം സംഭവിക്കുന്നു. ഓപ്ഷൻ ബി ആണ് ആൻസർ. 2025 വർഷത്തിൽ പ്രസിദ്ധപ്പെടുത്തിയ ആഗോള പട്ടിണി സൂചിക അനുസരിച്ച് ഏറ്റവും ദരിദ്രമായ രാഷ്ട്രം ഏതാണ്? സോമാലിയ. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായത് ഏത്? അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങളും കീടനാശിനികളും. ഓപ്ഷൻ ബി ആണ് ആൻസർ. പുത്തൻ സാമ്പത്തിക പരിഷ്കാരത്തിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ എ ആണ് ആൻസർ. വ്യവസായവൽക്കരണം. ഇന്ത്യൻ പ്ലാനിംഗുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏത്? 1947 ഇന്ത്യൻ പ്ലാനിംഗ് ആരംഭിച്ചത്. ഓപ്ഷൻ സി ആണ് ആൻസർ. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ലക്ഷ്യങ്ങൾ ഏതെല്ലാം? സാമ്പത്തിക വളർച്ച, സ്വാശ്രയത്വം, നീതി, നവീകരണം. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇവയെല്ലാം. കേന്ദ്ര ബാങ്കിന്റെ ധർമ്മങ്ങളിൽ പെടാത്തത് ഏത്? നികുതി നിരക്ക് നിശ്ചയിക്കുക. ഓപ്ഷൻ ബി ആണ് ആൻസർ. നീതി ആയോഗുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏത്? ആസ്ഥാനം ന്യൂഡൽഹിയിലെ നീതി ഭവൻ സ്ഥാപിതമായത് 2015 ജനുവരി 1. ഓപ്ഷൻ സി ആണ് ആൻസർ. കേവല ഭൂരിപക്ഷ സമ്പ്രദായം എന്ന തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിന് അനുയോജ്യമല്ലാത്ത പ്രസ്താവന ഏതെല്ലാം? വോട്ട് ചെയ്യുന്നത് പാർട്ടി ലിസ്റ്റുകൾക്കായിരിക്കും. വോട്ടിംഗ് ശതമാനത്തിനനുസരിച്ച് നിയമസഭയിൽ പ്രാതിനിധ്യം ലഭിക്കുന്നു. ഓപ്ഷൻ സി ആണ് ആൻസർ. മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുന്ന അവകാശങ്ങൾ ഏതെല്ലാം? ജോലി ചെയ്യുവാനുള്ള അവകാശം, സാമ്പത്തിക ചൂഷണത്തിനെതിരായ അവകാശം, സാമൂഹികവും സാമ്പത്തികവുമായ നീതിക്കുള്ള അവകാശം. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇവയൊന്നുമല്ല. അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന. അവിശ്വാസ പ്രമേയം പാസായാൽ പകരം മന്ത്രിസഭ നിലവിൽ വരുന്നതുവരെ നിലവിലെ മന്ത്രിസഭ തുടരുന്നു. 2 അവിശ്വാസ പ്രമേയങ്ങൾ തമ്മിലുള്ള കാലയളവ് 3 മാസമായിരിക്കും. ഓപ്ഷൻ സി ആണ് ആൻസർ. മൗലിക അവകാശങ്ങളുടെ സവിശേഷതകളിൽ ശരിയായവ ഏതെല്ലാം? ഭരണകൂടത്തിന്റെ അധികാരത്തെ നിയന്ത്രിക്കുന്നു. കോടതി മുഖേന സ്ഥാപിച്ചു കിട്ടുന്നു. മൗലിക അവകാശങ്ങളിൽ ചിലത് ഇന്ത്യയിലെ വിദേശ പൗരന്മാർക്കും ലഭ്യമായ അവകാശങ്ങളാണ്. ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. സംസ്ഥാന ഭരണകൂടത്തെ രാഷ്ട്രപതി പിരിച്ചുവിടുന്നത് ഭരണഘടനയുടെ ഏത് വകുപ്പ് പ്രകാരമാണ്? ഓപ്ഷൻ എ 356. സ്വത്തവകാശം എന്ന നിയമപരമായ അവകാശം ഭരണഘടനയുടെ ഏത് വകുപ്പിൽ ഉൾപ്പെടുന്നു? ഓപ്ഷൻ ബി 300A.
മൗലിക കടമകൾ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഉൾപ്പെടുന്നത്? ഓപ്ഷൻ സി 4A. താഴെ പറയുന്നവയിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങൾ. ഓപ്ഷൻ ഡി ട്രേഡ് യൂണിയൻ. അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് ചിഹ്നം ഏത്? ഓപ്ഷൻ സി ആന. 2018 പ്രളയത്തിൽ പൂർണ്ണമായോ ഭാഗികമായോ വീട് തകർന്നവരിൽ ഉൾപ്പെട്ട കിടപ്പ് രോഗികൾക്കും ഭിന്നശേഷിക്കാർക്കും അധിക ധനസഹായം നൽകുന്നതിന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തയ്യാറാക്കിയ പദ്ധതി ഏത്? ഓപ്ഷൻ ബി പ്രത്യുത്ഥാനം പദ്ധതി. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ സല്ലാപം, മന്ദഹാസം പദ്ധതികൾ സമൂഹത്തിലെ ഏത് വിഭാഗത്തെയാണ് ഉൾക്കൊള്ളുന്നത്? ഓപ്ഷൻ സി വയോജനങ്ങൾ. 15 മുതൽ 35 വയസ്സുവരെയുള്ള യുവജനങ്ങൾക്ക് സാംസ്കാരിക കലാ കായിക മത്സരങ്ങളിൽ കഴിവ് തെളിയിക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയുടെ പേര് കേരളീയം. മാലിന്യമുക്ത കേരളത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി സ്നേഹാരാമം പദ്ധതി. താഴെ സൂചിപ്പിക്കുന്നവയിൽ ഏത് ഹോർമോണാണ് സ്ത്രീ ശരീരത്തിൽ ഗർഭകാലത്ത് മാത്രം ഉൽപ്പാദിപ്പിക്കുന്നത്? ഹ്യൂമൺ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ. ജലദോഷത്തിന് കാരണമായ രോഗകാരി. ഓപ്ഷൻ എ റൈനോ വൈറസ്. യൂറിക് ആസിഡ് ക്രിസ്റ്റലുകൾ അടിഞ്ഞുകൂടുന്നത് മൂലമുണ്ടാകുന്ന സന്ധിവീക്കം താഴെ സൂചിപ്പിച്ചിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ബി ഗൗട്ട്. മലേറിയ രോഗം പരത്തുന്ന കൊതുക് ഏത് വിഭാഗത്തിൽ പെടുന്നു? ഫീമെയിൽ അനോഫിലസ് കൊതുക്. കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് എവിടെ ആരംഭിച്ചു? ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം. ടോയ്ലറ്റുകളിൽ നിന്ന് ഉത്ഭവിക്കുന്നതും മനുഷ്യ മാലിന്യങ്ങൾ അടങ്ങിയതുമായ മലിനജലമാണ് ബ്ലാക്ക് വാട്ടർ. താഴെ പറയുന്നവയിൽ നീളത്തിന്റെ യൂണിറ്റുകൾ ഏതെല്ലാം? പ്രകാശവർഷം, പാർസെക്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ക്രിക്കറ്റ് കളിയിൽ ഒരു ബാറ്റ്സ്മാൻ പന്ത് തറനിരപ്പിൽ നിന്നും 45 ഡിഗ്രി കോണളവിൽ അടിച്ചാലാണ് സിക്സർ ലഭിക്കാൻ ഏറ്റവും സാധ്യത. ഇതിനു പിന്നിലെ ശാസ്ത്രീയ കാരണം ഏറ്റവും ഉചിതമായി വിശദീകരിക്കുന്നത് 45 ഡിഗ്രി കോണളവിൽ പന്തടിക്കുമ്പോൾ പന്തിന്റെ ലംബവേഗ ഘടകവും തിരശ്ചീന ഘടക വേഗവും തുല്യമായിരിക്കും. ഓപ്ഷൻ സി ആണ് ആൻസർ. ജലലഭ്യത വളരെ കുറഞ്ഞ പ്രദേശങ്ങളിൽ ജലസംരക്ഷണം പരമാവധി ഉറപ്പാക്കിക്കൊണ്ട് ചെടികൾക്ക് കൃത്യമായ അളവിൽ വെള്ളം ലഭിക്കാൻ സഹായിക്കുന്ന ഒരു ജലസേചന രീതിയാണ് തിരിനന. തിരിനനയിൽ താഴെ പറയുന്ന ഏത് ഭൗതിക പ്രതിഭാസമാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻ ഡി കേശികത്വം. ഇന്ത്യയുടെ ആദ്യത്തെ എക്സ്റേ പോളറിമീറ്റർ ഉപഗ്രഹമാണ് എക്സ്പോസാറ്റ്. എക്സ്റേ പോളറിമെട്രി സാങ്കേതികവിദ്യ വഴി എക്സ്പോസാറ്റിന് പഠനവിധേയമാക്കാൻ കഴിയാത്ത ആകാശവസ്തുക്കൾ ഏതെല്ലാം? എക്സോ പ്ലാനറ്റുകളും ധൂമകേതുക്കളും. ഓപ്ഷൻ എ ആണ് ആൻസർ. യഥാർത്ഥ വാതകങ്ങൾ ആദർശ സ്വഭാവം കാണിക്കുന്നത് ഏതെല്ലാം സാഹചര്യങ്ങളിലാണ്? താഴ്ന്ന മർദ്ദം, ഉയർന്ന താപനില. ഒരു ലായനിയുടെ pH മൂല്യം 3 ആണെങ്കിൽ അതിന്റെ ഹൈഡ്രോണിയം അയോൺ ഗാഢത എത്രയായിരിക്കും? 1.0 × 10⁻³ m. താഴെ കൊടുത്തിരിക്കുന്ന ജോഡികളിൽ സമ ഇലക്ട്രോണിക വർഗങ്ങൾ ആയത് ഏതെല്ലാം? ഓപ്ഷൻ ബി ആണ് ആൻസർ. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി 2005 പ്രഖ്യാപിച്ച ഏത് മിഷനാണ് ഇന്ത്യയുടെ അയൺ ഡോം പോലുള്ള പ്രതിരോധ സംവിധാനമായി വിശേഷിപ്പിക്കപ്പെടുന്നത്? മിഷൻ സുദർശൻ ചക്ര. ഓപ്ഷൻ സി. വിഖ്യാത ചിത്രകാരൻ രാജാ രവിവർമ്മയുടെ പുത്രനായ എം രാമവർമ്മ രാജ ആദ്യ ചെയർമാനായ അക്കാദമി ഏത്? കേരള ലളിതകലാ അക്കാദമി. ഓപ്ഷൻ എ ആണ് ആൻസർ. ഇന്ത്യ ആദ്യ വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയപ്പോൾ ടീം ക്യാപ്റ്റൻ ആരായിരുന്നു? ഹർമൻപ്രീത് കൗർ. കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ കരസ്ഥമാക്കിയ മനുഷ്യന് ഒരു ആമുഖം എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? ഓപ്ഷൻ ഡി സുഭാഷ് ചന്ദ്രൻ. ക്ഷേത്ര സംസ്കാരത്തിന്റെ ഭാഗമായി AD 6-ാം ശതകം മുതൽ കേരളത്തിൽ നിലനിന്നിരുന്ന ദേവദാസി സമ്പ്രദായത്തിൽ നിന്ന് ഉത്ഭവിച്ചതെന്ന് കരുതപ്പെടുന്ന കലാരൂപം ഏത്? ഓപ്ഷൻ സി മോഹിനിയാട്ടം. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് മാതൃഭാഷാ പഠനത്തിന് അവസരം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സംരംഭം ഏതാണ്? ഓപ്ഷൻ ബി മലയാളം മിഷൻ. മാത്സിലെ ക്വസ്റ്റ്യൻസ് ആണ്, ആൻസർ മാത്രമേ പറയുന്നുള്ളൂ. 51 ബി, 52 സി, 53 ഡി, 54 എ, 55 എ, 56 സി, 57 സി, 58 ഡി,
59 ബി, 60 ഡി. The treasure was buried beneath an old oak tree. Few people understood, did they? He looked over the documents before signing. He made a fox pass, talking to his friend loudly during the ceremony. The teacher made them write an essay, can be reframed as they were made to write an essay. Between you and me, this plan might fail. You would have understood it better if you had listened carefully. That designer dress cost her an arm and a leg means a dress caused injury to her body. താഴെ പറയുന്നവയിൽ ശരിയായ പദം ഏത്? ഓപ്ഷൻ ഡി വിഡ്ഢിത്തം. വില്ല് എന്ന അർത്ഥം വരാത്ത പദം ഓപ്ഷൻ സി അമ്പ്. ഉദാരൻ എന്ന പദത്തിന്റെ വിപരീതമായി വരുന്ന പദം ഓപ്ഷൻ ബി കൃപണൻ. പെരുമ്പറ എന്ന പദം പിരിച്ചെഴുതുക ഓപ്ഷൻ എ പെരും പ്ലസ് പറ. കർത്താവ് എന്ന പദത്തിന്റെ എതിർലിംഗമായി വരുന്ന പദം കർത്തൃ. താഴെ തന്നിരിക്കുന്നവയിൽ ബഹുവചനത്തിന് ഉദാഹരണം ഓപ്ഷൻ സി മിടുക്കർ. അഞ്ചാറ് എന്ന പദത്തിന്റെ ഘടകപദങ്ങളാക്കുക ഓപ്ഷൻ എ അഞ്ചോ ആറോ. വയറ്റത്തടിക്കുക എന്ന ശൈലിയുടെ അർത്ഥത്തെ സൂചിപ്പിക്കാത്ത പ്രയോഗം ഓപ്ഷൻ ഡി സന്തോഷിപ്പിക്കുക. പുത്രന്റെ ഭാര്യ എന്ന പദം വരുന്ന പദം ഓപ്ഷൻ ബി സ്നുഷ. ടു റൂട്ട് ഔട്ട് എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ ശരിയായ പരിഭാഷ ഓപ്ഷൻ സി ഉന്മൂലനം ചെയ്യുക. കേരള അബ്കാരി നിയമവുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്ന ശരിയായ പ്രസ്താവനകൾ. അബ്കാരി എന്നത് പേർഷ്യൻ ഭാഷയിലെ ഒരു പദമാണ്. അബ്കാരി നിയമപ്രകാരം പ്രായപൂർത്തിയായ ഒരാൾക്ക് 3 ലിറ്റർ വിദേശ മദ്യം കൈവശം വയ്ക്കാവുന്നതാണ്. കേരളത്തിൽ മദ്യ ഉപഭോഗം അനുവദിച്ചിട്ടുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 23 വയസ്സാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. വിമുക്തി മിഷനുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന. ലഹരി വസ്തുക്കളുടെ ഉപയോഗം പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തിൽ കേരള ഗവൺമെന്റ് ആരംഭിച്ച ഒരു പദ്ധതിയാണ് വിമുക്തി മിഷൻ. വിമുക്തി മിഷൻ നേതൃത്വം നൽകുന്നത് കേരള എക്സൈസ് വകുപ്പാണ്. ലഹരിക്ക് അടിമപ്പെട്ട വ്യക്തികളെ ചികിത്സയിലൂടെയും കൗൺസിലിങ്ങിലൂടെയും തിരികെ കൊണ്ടുവരിക, നവതലമുറ ലഹരിക്കെണിയിൽ വീഴാതെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തിൽ രൂപീകരിക്കപ്പെട്ട മിഷനാണ് വിമുക്തി മിഷൻ. കേരള അബ്കാരി ആക്ട് പ്രകാരം കേരളത്തിൽ ഡ്രൈ ഡേ വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. ശ്രീനാരായണ ഗുരു ജയന്തി കേരളത്തിൽ ഡ്രൈ ഡേ ആണ്. രക്തസാക്ഷ്യം കേരളത്തിൽ ഡ്രൈ ഡേ ആണ്. ശ്രീനാരായണ ഗുരു സമാധി കേരളത്തിൽ ഡ്രൈ ഡേ ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. NDPS നിയമവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. മയക്കുമരുന്ന് കച്ചവടത്തിലൂടെ നേടിയ അനധികൃത സ്വത്ത് കണ്ടുകെട്ടുന്നതിനുള്ള അധികാരം മേൽ നിയമത്തിൽ ഉണ്ട്. മയക്കുമരുന്ന് ഉപയോഗത്തിന് മേൽ നിയമനിർമ്മാണം കുറ്റകരമാണ്. നിയമപ്രകാരം കുറ്റകരമാണ്. വധശിക്ഷ നൽകാവുന്ന വകുപ്പുകൾ മേൽ നിയമപ്രകാരം നിലവിലുണ്ട്. ഓപ്ഷൻ സി ആണ് ആൻസർ. NDPS നിയമപ്രകാരം ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ ദേഹപരിശോധന നടത്തുന്നതിന് ഗസറ്റഡ് ഓഫീസറുടെ സാന്നിധ്യം ആവശ്യമാണ്. ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. പോലീസ് വകുപ്പിലെ ഗസറ്റഡ് ഓഫീസറുടെ സാന്നിധ്യം ഉറപ്പാക്കുന്നതാണ്. എക്സൈസ് വകുപ്പിലെ ഗസറ്റഡ് ഓഫീസർമാരുടെ സാന്നിധ്യം ഉറപ്പാക്കുന്നതാണ്. റവന്യൂ വകുപ്പിലെ തഹസിൽദാരുടെ സാന്നിധ്യം ഉറപ്പാക്കുന്നതാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. ഡിസ്റ്റിലറി ആൻഡ് വെയർഹൌസ് റൂൾ പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത്. ഡിസ്റ്റിലറികളിൽ ഉൽപ്പാദിപ്പിക്കുന്ന മദ്യം നേരിട്ട് KSBCയുടെ FL9 ഷോപ്പിലേക്ക് എത്തിക്കാവുന്നതാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. ഡിസ്റ്റിലറി ആൻഡ് വെയർഹൌസ് നിയമപ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത്. സ്പിരിറ്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മൊളാസിസ് ഇരുണ്ട തവിട്ട് നിറം ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 1968 ഡിസ്റ്റിലറി ആൻഡ് വെയർഹൌസ് നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന. ഓപ്ഷൻ എ മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. കേരള അബ്കാരി നിയമപ്രകാരം കുറ്റകരമായ വസ്തുതകൾ ഏതെല്ലാം? പൊതുസ്ഥലത്ത് മദ്യപിക്കുന്നത്. 21 വയസ്സിൽ താഴെയുള്ള വ്യക്തിക്ക് മദ്യം വിൽപ്പന നടത്തുന്നത് കുറ്റകരമാണ്. 21 വയസ്സ് പ്രായമുള്ള വ്യക്തി മദ്യം ഉപയോഗിക്കുന്നത് കുറ്റകരമാണ്. പ്രായപൂർത്തിയായ ഒരാൾ സ്വന്തം അവകാശത്തിന് തെങ്ങ് ചെത്തി കള്ള് ഉപയോഗിക്കുന്നതും കുറ്റകരമാണ്. ഓപ്ഷൻ എ മേൽപ്പറഞ്ഞ അവ എല്ലാം ശരിയാണ്. കേരളത്തിൽ വിൽക്കുന്ന ബിയറിന്റെയും വൈനിന്റെയും കുറഞ്ഞതും കൂടുതലുമായ ആൽക്കഹോൾ വീര്യം 0% മുതൽ 6% വരെയും 8% മുതൽ 15.5% വരെയും. കേരളത്തിൽ 23 വയസ്സുള്ള ഒരാൾക്ക് ജിൻ മദ്യത്തിന്റെ ആൽക്കഹോൾ വീര്യവും കൈവശം വയ്ക്കാവുന്ന പരമാവധി അളവ് ഓപ്ഷൻ എ ആണ്. പരമാവധി 12 മണിക്കൂർ പ്രവർത്തന സമയമുള്ള ടോഡി ഷോപ്പുകളും FL1 ഷോപ്പുകളും പ്രവർത്തിക്കുന്ന സമയപരിധി യഥാക്രമം രാവിലെ 8 മുതൽ രാത്രി 10 വരെയും രാവിലെ 9 മുതൽ രാത്രി 11 വരെയും.
പുകയില ഉൽപ്പന്നങ്ങൾ കൈവശം വയ്ക്കുന്നതിനും ഉപയോഗിക്കുന്നതിനും നിശ്ചയിക്കുന്ന കുറഞ്ഞ പ്രായപരിധി 18 വയസ്സ്. സിഗരറ്റ് പാക്കറ്റുകളിൽ മുന്നറിയിപ്പ് നൽകുന്നതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന കോട്ട്വ നിയമത്തിലെ വകുപ്പ് 7. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് 100 യാർഡ് ചുറ്റളവിനുള്ളിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നിരോധിച്ചിരിക്കുന്ന വകുപ്പ്. ഓപ്ഷൻ സി 6(b). ലഹരി മരുന്നുകളുടെ നിരോധനം ഏത് പട്ടികയിലുള്ള വിഷയമാണ്? ഓപ്ഷൻ എ സംസ്ഥാന പട്ടിക. വിമുക്തി മിഷന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? ഓപ്ഷൻ ബി എക്സൈസ് അഡീഷണൽ കമ്മീഷണർ. ഇന്ത്യയിൽ മയക്കുമരുന്ന് വിരുദ്ധ പ്രചാരണം ഏതാണ്? നശാമുക്ത് ഭാരത്. 2000 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ സെക്ഷൻ 65 പ്രകാരം ഒരു കുറ്റകൃത്യത്തിന് ആവശ്യമായ മാനസിക ഘടകം ഏതാണ്? അറിവും ഉദ്ദേശവും. 2000 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ സെക്ഷൻ 72 പ്രകാരം പ്രധാനമായും ലക്ഷ്യമിടുന്ന വ്യക്തികളുടെ വിഭാഗം ഏത്? IT ആക്ട് ചട്ടങ്ങൾ പ്രകാരം അധികാരം വിനിയോഗിക്കുന്ന ഉദ്യോഗസ്ഥർ. എക്സാം ഒരു മോഡറേറ്റ് ടു ടഫ് ലെവലിലുള്ള എക്സാം ആയിരുന്നു. മാത്സ് ക്വസ്റ്റ്യൻസ്, സയൻസ് ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് ടഫായിരുന്നു. എന്നാൽ സ്പെഷ്യൽ ടോപ്പിക്ക് അത്ര ടഫല്ലായിരുന്നു. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കട്ട് ഓഫ് 48 മുതൽ 58 മാർക്കിൻ്റെ ഇടയിലാണ്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എത്രയാണെന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും കൂടുതൽ കട്ട് ഓഫിലേക്ക് കടക്കുമോ എന്നൊക്കെ.